ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗിലേക്ക് ഇറങ്ങിക്കാണ്. 3 ദിവസമായി ഓടിയിട്ട്. അപ്പം നമുക്ക് ഓട്ടത്തിൽ കാണാം. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങ് എടുത്ത് ഓടിയാൽ മതിയത്. ഇതാണ് നമ്മുടെ പരിസരം വരുന്നത്. CNG നമുക്കൊരു 4 കട്ടുണ്ട്. പെട്രോള് റിസർവ് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പേഴ്സണൽ ട്രിപ്പ് ഉണ്ട് ഇൻഫോ പാർക്കിലേക്ക്. അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഊബർ ഓൺ ആക്കുള്ളൂ. ഇപ്പോൾ സമയം ഒരു 7:10 ആയിട്ടുണ്ട്. 7:20 ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ എത്തും. എന്നിട്ട് നമ്മൾ ഊബർ ഓൺ ആക്കുള്ളൂ. അപ്പോൾ ഊബർ ഓൺ ആക്കിയിട്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. കുറേ ദിവസങ്ങളായി, ഒരു 2-3 ദിവസമായി ഊബർ ഓടിയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു പിടുത്തം ഉണ്ടാവും. ചിലപ്പോൾ ട്രിപ്പിന് ചിലപ്പോൾ ഒരു കുറവുണ്ടാവും. എന്തായാലും നമുക്ക് ഓൺ ആക്കിയിട്ട് ബാക്കി കാണാം. അപ്പോൾ അവിടെ നമ്മൾ ഇൻഫോ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇൻഫോ പാർക്കിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് നമ്മളെ പിക്കപ്പ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഊബർ ഓണാക്കി നോക്കാം. കുറേ ആയി ഊബർ ഓടിയിട്ട്. അത് നമുക്ക് പ്ലേ സ്റ്റോർ പോയിട്ട് എല്ലാ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഊബറിന് അപ്ഡേഷനൊന്നും കാണുന്നൊന്നുമില്ല. ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഓടിയത് ഞാൻ കാട്ടിത്തരാം. 21-ാം തീയതി ഓടിയതാ. 21-ാം തീയതി 3137 ഉറുപ്പ്യക്ക് ഓടിയുണ്ട്. 12 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. 10 മണിക്കൂർ 42 മിനിറ്റും അന്ന് ഓടിയത്. അതിൻ്റെ മുമ്പത്തെ ദിവസം 2796, 12 മണിക്കൂർ 15 ട്രിപ്പ്. അതിൻ്റെ മുമ്പത്തെ ദിവസം 724, 7 മണിക്കൂർ. പിന്നെ 2400, 2999. അങ്ങനെ 21-ാം തീയതി ഓടിയത്. അപ്പം ഇന്നെന്താ 25ആയി. 22, 23, 24 3 ദിവസത്തെ ഓടിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓടാക്കുമ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ചെറിയൊരു ട്രിപ്പിന് ചെറിയൊരു തടസ്സങ്ങൾ വരാറുണ്ട്. ഞാൻ 2 ആഴ്ച ഫസ്റ്റ് ടൈമൊക്കെ 2 ആഴ്ച റെൻറ്റിനെടുത്ത് ഓടിയിട്ട് പിന്നെ വണ്ടി ശരിയാവാത്തതുകൊണ്ട് കൊടുത്ത് പോയിട്ട് പിന്നെ 1-2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഊബർ ഓടാൻ വന്നത്. അന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ വെച്ചാൽ ഞാൻ പിന്നീട് എടുത്തത് ടാക്സിക്കാർ മാത്രമുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും രാവിലെ 5 മണി ആ സമയങ്ങളിലാകുമ്പോൾ വർക്കിനിറങ്ങും. അപ്പോൾ ഞാനും അങ്ങനെ വർക്കിനിറങ്ങി. 5 മണിക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്ഥലങ്ങൾ ഇങ്ങനെ മാറി നിൽക്കാന്നല്ലാണ്ട് ട്രിപ്പ് അടിക്കണില്ലായിരുന്നു. ലാസ്റ്റ് ഈവനിങ് 4 മണി 5 മണി ആ സമയം 3 മണി 4 മണിയൊക്കെ ആവാൻ നേരത്ത് പിന്നെ എന്നോട് വണ്ടിൻ്റെ ഓണർ പറഞ്ഞു, ഒന്ന് ഊബറിൻ്റെ സപ്പോർട്ടിങ് ഓഫീസിലൊന്ന് ചെന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓഫീസിൻ്റെ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് എടപ്പള്ളിയൊക്കെ എത്തിയപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ച് അടിച്ചു കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് പിന്നെ റെഡിയായി. പിന്നെ അടിയേറി തുടങ്ങി. ഒന്നാണ് അടിഞ്ഞ് കിട്ടണം. എന്നാൽ പിന്നെ വലിയ പ്രശ്നമല്ല. അപ്പോൾ ഇനി വണ്ടി എവിടെയും കൊണ്ടുപോയിടട്ടെ, എന്നിട്ട് ട്രിപ്പ് അടിക്കുമ്പോൾ കാണാം. ഇവിടെയാണ് നമ്മളെ സ്പോട്ട്. ഇത് ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചായക്കടയാണ്. ചായക്കട ഒറ്റക്കല്ല, ഇവിടെ കുറേ കടകൾ കൂടിയിട്ടുള്ളൊരു സംഭവമാണ്. നല്ലൊരു സ്പോട്ടാണ്. കോളേജ് കുട്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ ഒരു അൽറീം മന്തിക്കട ഉണ്ട്. കുറേ ഷോപ്പുണ്ട് അതിനകത്ത്. പിന്നെ സ്മോക്ക് ചെയ്യാനൊക്കെ ആയിട്ടൊരു നല്ല സ്പേസ് ഉണ്ട് അതിനുള്ളിൽ. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മളിവിടെയാണ് വന്ന് നിൽക്കാറ്. അപ്പോൾ 0 ഏണിങ്സ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. സമയം 7:30 സമയമായിട്ടുണ്ട്. പിന്നെ ഇനി എത്ര കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്രിപ്പ് അടിക്കുന്നത് നോക്കാം. ബംഗാളികളൊക്കെ പണിക്കോവാൻ തുടങ്ങി, നമുക്ക് പണിയില്ല. അപ്പോൾ ഇനി എത്ര സമയം കഴിഞ്ഞിട്ടാണ് ട്രിപ്പ് അടിക്കുന്നത് നോക്കി നോക്കാം. ഞാൻ കാണിച്ചു തരാം എത്ര സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്രിപ്പ് അടിക്കുന്നത്. അപ്പോൾ ട്രിപ്പ് കുറവുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. 3 ദിവസമായി ഓടിയിട്ട്. അപ്പോൾ ഇനി ട്രിപ്പ് അടിക്കുമ്പോൾ കാണാം. 3-4 ദിവസം ലീവ് എടുത്തതിൻ്റെ പരിപാടി. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇൻഫോ പാർക്കിൻ്റെ അവിടെ തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ അതിൽ 4.7 കിലോമീറ്റർ എന്തോ കണ്ട്. എനിക്ക് തോന്നുന്നത് phase 2 ആയിരിക്കും.
1 ഇവിടെ അടുത്തുള്ളത്. അപ്പോൾ അവിടേക്കുള്ളതായിരിക്കും. എന്തായാലും ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി കാണാം. അത് ചെറിയൊരു ട്രിപ്പായിരുന്നു. അത് ഒരു വില്ലയിലോട്ടാണ്. വില്ലയിലോട്ട് പോന്നിട്ട് നമ്മൾ 136 രൂപ നമുക്ക് കിട്ടിയത്. നമ്മൾ 5.36 കിലോമീറ്റർ പോന്ന് 14 മിനിറ്റ്. നമുക്ക് ഈ വില്ലൻ്റെ അകത്ത് കയറിയിട്ട് ആ മേഡത്തിന് വില്ല കറക്റ്റ് അറിയില്ല. 58 ആണ് വില്ല നമ്പർ. പക്ഷേങ്കിൽ കുറേ ചിറ്റി, അങ്ങോട്ടും ചുറ്റും ഇങ്ങോട്ടും ചുറ്റും, അങ്ങനെ കിലോമീറ്ററായി. ഏതായാലും ആ ട്രിപ്പാണ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഇട്ടട്ടെ. നമുക്ക് അവിടുന്ന് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. മറൈൻ ഡ്രൈവിലോട്ടാണ്. നമ്മൾ 550 മീറ്റർ പിക്കപ്പ്. ടീനയാണ്, കിട്ടീന കസ്റ്റമറുടെ പേര്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്കും ചെന്ന് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ MG റോട്ടിലെത്തി. MG റോട്ടിൽ സ്പെൻസർ നമ്മളറിയുന്നൊരു കടയാണ്. നമ്മൾ ഈ ഒരു പരിസരം വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് പാർക്ക് ചെയ്യാറ്. ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഓടിയ ട്രിപ്പ് 248 രൂപ കിട്ടി. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. 42 മിനിറ്റ് എടുത്തു 12 കിലോമീറ്ററിന്. 289 ടോട്ടൽ വാങ്ങി. നമ്മൾ ക്യാഷ് കളക്ട് വാങ്ങി 248 നമ്മളെ ഏണിങ്സ്. ബാക്കി ഊബറിൻ്റെ കമ്മീഷനായിട്ട് പോകും. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല പീക്ക് ടൈം ആയതുകൊണ്ട്, ഇപ്പം മെട്രോൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. 12 കിലോമീറ്ററിന് 44 മിനിറ്റ് എടുത്ത്, 3/4 മണിക്കൂർ എടുത്ത്. കുഴപ്പമില്ല, ഇങ്ങനെ ഓടട്ടെ. അല്ലാതെ ചെയ്യുക, എല്ലായിടത്തും ബ്ലോക്ക് ആയിരിക്കും. ഇപ്പോൾ സ്പോട്ടിൽ തന്നെ നമുക്കൊരു മാച്ച് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. റഡാർ ട്രിപ്പ്. സൗരവ് നമ്മളെ ഇവിടെ MG റോട്ടിൽ തന്നെയാണ്. ഇമ്പീരിയൽ ട്രേഡ് സെൻറ്റർ. ആളിവിടെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. അതാണ് ഈ ഹെഡ് കാണുന്നത്. നമ്മൾ ഇത്ര അടുത്താണ്. ചെന്ന് നോക്കട്ടെ. ഓക്കെ. അപ്പം നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്ത് ഇപ്പം നമ്മളിവിടെ CNG അടിച്ചാൽ വന്നിട്ടുള്ളത്. ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അവിടെയുള്ള CNG പമ്പ്. നല്ല CNG ആണ്. അടിപൊളി, നല്ല പ്രഷറായിട്ട് കയറും. നമ്മൾ ഓടിയത് 288 രൂപക്ക് ഓടി. അത് നമുക്ക് എടുത്തത് 31 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇവിടെ എത്തി. മറ്റേത് നമുക്ക് 248-ന് 42 മിനിറ്റ് എടുത്ത് 14 കിലോമീറ്റർ. ടോട്ടല് 390 രൂപ വാങ്ങി. 288 നമുക്ക് കിട്ടുന്ന ഏണിങ്സ്. അങ്ങനെ ഇനി CNG അടിക്കട്ടെ. CNG അടിച്ചപ്പോഴാണ് നമ്മളവിടെ ഒരു സുഹൃത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പരിപാടി തുടങ്ങുള്ളൂ. ഇപ്പോൾ നമ്മൾ ടീ ബ്രേക്കിൽ ഇട്ടിക്കാണ്. ഇതുണ്ടോ, ഇത് എല്ലാവർക്കും ഉള്ള ഈ ഓപ്ഷൻ എല്ലാവർക്കും ഓഫ് ചെയ്യേണ്ടി വരും. നമുക്ക് ഈ ടീൻ്റെ സിമ്പൽമ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ് അടിക്കൂല. അപ്പോൾ ഓഫ് ലൈൻ ആവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ CNG ഒക്കെ അടിക്കാം, ചായ കുടിക്കാം. അപ്പോൾ ഇനി ചായ ഒക്കെ കുടിച്ചിട്ട് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ട് കാണാം. 635 രൂപക്ക് CNG അടിച്ചു. ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ട്രിപ്പ് ഇടും. 0 ആയിട്ടുണ്ട്. പെട്രോള് 2 കട്ടുണ്ട്. CNG ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇനി എത്ര കിലോമീറ്റർ ഓടി നാളെ കാണാം. 200 കിലോമീറ്റർ ഇപ്പോൾ ഏകദേശം കിട്ടാറുണ്ട്. കുഴപ്പമില്ലാതെ കിട്ടാറുണ്ട്. അവിടെ കുറേ നേരം ഇരുന്ന് ഒന്നും അടിയണില്ല. ഇതാണ് നമ്മളെ സുഹൃത്ത്. ഇറ്റ്യൂസിലാണ്. ഞങ്ങൾ രണ്ടാളും പാടെ ഇനി കങ്ങരപ്പടിക്കൊന്ന് പോയോക്കട്ടെ രീതിയിൽ. വേറെ ഒരാളും പാടെ ഉണ്ടായിരുന്നു, ആള് പോയി. ഞങ്ങൾ രണ്ടാളും പാടെ കങ്ങരപ്പടി പോയോക്കട്ടെ. ഇവിടെ എന്തായാലും ട്രിപ്പ് കുറവാണ്. അവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. CNG അടിച്ചിട്ട് നേരെ അവിടെ യൂട്ടൺ അടിച്ചിട്ട് അവിടെ നിൽക്കും. ഇവിടെ മെഡിക്കൽ കോളേജാണ് നേരെ പോയാൽ. അപ്പോൾ അവിടെ നിന്നുള്ള ട്രിപ്പ് വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും ആൾക്കാർ. കുറേ വണ്ടികളുണ്ട്. ഇപ്പോൾ ഇവിടെ അതാ ഒരു അൾട്ടോ കിടക്കുന്നു, കേട്ടന്. അവിടെ അതാ ഒരു ഡിസയർ കിടക്കുന്നു. ഇവിടെ ഈ ഒരു പരിസരത്ത് ഇഷ്ടംപോലെ വണ്ടികളുണ്ടാവും. കേട്ടോ, ഒരു അൾട്ടോ 100, അതിൻ്റെ അപ്പുറത്ത് ഒരു ഡിസയർ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറെ ഡിസയർ ഉണ്ട്. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല. എനിക്ക് 2-3 പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ നിന്ന് ട്രിപ്പ് അടിച്ചിട്ടുള്ളൂ. ഈ ഒരു പരിസരത്ത് നിൽക്കുന്നത് വെറുതെ ആയിരിക്കും. അതിൻ്റെ തണലും കണ്ട അവിടെ തണൽ കിട്ടും, ട്രിപ്പ് കിട്ടൂല. നമുക്കിപ്പോൾ ട്രിപ്പല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ ട്രിപ്പ് തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് തേടാൻ 2-3 കിലോമീറ്റർ പോയാലും കുഴപ്പമില്ല, നമുക്ക് ട്രിപ്പ് കിട്ടുമല്ലോ. അവിടെ വെറുതെ കടന്നിട്ട് കാര്യമില്ല. നീ ഇവന് ഇവിടെ എന്തിനാ സൈഡ് ആക്കണേ, ഇവന് ട്രിപ്പ് അടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി ഗൈസ്, പോയി ഒരു മാച്ച് ട്രിപ്പ് വന്നില്ല. അത് ഇവന് കിട്ടിയിട്ടുണ്ടോ, ഇവൻ ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്.
ഞാൻ മാച്ച് അടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. 235ൻ്റെ എന്തോ ഒരു ട്രിപ്പായിരുന്നു. അവനെന്തോ പറഞ്ഞ് അവന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ട്രിപ്പ് ഒരു മാച്ച് ട്രിപ്പായിരുന്നു. അപ്പോൾ അവൻ പോയി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എവിടെയൊക്കെ വല്ല തണലും നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. മാച്ചോ കോച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് നമുക്ക് എടുത്ത് ഓടാം. അവൻ വിളിക്കുന്നുണ്ട്, ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഓന് ട്രിപ്പ് അടിച്ചിട്ടില്ല, നമുക്ക് ട്രിപ്പ് അടിച്ച്. അല്ലേ, ഞാൻ അനക്ക് ട്രിപ്പ് അടിച്ചേക്കണോന്ന് എഴുതിയിരിക്കായിരുന്നു. യൂട്യൂബിൽ ഇങ്ങനെ പറയാണ് വീഡിയോയില്. അപ്പൊ നമുക്ക് അടിച്ച് 700 മീറ്റർ. എന്നാ പോയോക്കട്ടോ. ശരി. നമ്മളെ കസ്റ്റമറേ ലക്ഷ്മിയാണ്, ലക്ഷ്മി കുട്ടി. പക്ഷേ ആളവിടെ കാണാനില്ല. ഒന്ന് കോൾ ചെയ്ത് നോക്കാൻ പറ്റും. ഹലോ ഹലോ, ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഊബറാണ്. ഒരു മണ്ണിട്ട വഴി കണ്ടായിരുന്നു റൈറ്റ് സൈഡില്. ആ വഴി കയറി വന്നാ മതി വീട്ടിലേക്ക്. ഓക്കെ. അപ്പൊ ആ ട്രിപ്പ് കഴിഞ്ഞ് നമ്മളത് അത് നമുക്ക് റിനേ മെഡിസിറ്റിക്കായിരുന്നു, പാലാരോട്ടത്തുള്ള ഹോസ്പിറ്റലിലേക്ക്. ആ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ അടുത്ത ട്രിപ്പ് കിട്ടണം. അപ്പോൾ ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട് വണ്ടി ഇടാൻ പറ്റണേ. ഈ മെട്രോൻ്റെ താഴെ ഇവിടെ ചങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷനാണ് ഇനി എത്തുന്ന സ്റ്റേഷന്. അതെത്തുന്നതിന് മുമ്പ് ഒരു ലെഫ്റ്റിക്ക് ഒരു കട്ടിങ് ഉണ്ട്. അവിടെ ഒരു പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ ഇനി അവിടെ കൊണ്ടുപോകണം അടുത്ത ട്രിപ്പ് ഇട്ടണേ. അങ്ങനെ കുറച്ച് തണലുള്ള ഏരിയകൾ അറിയണം, അല്ലാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും നമ്മൾ. അല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് അപ്പം തന്നെ അടിച്ചാൽ പറ്റും. റിനേ മെഡിസിറ്റി എന്നൊക്കെ അപ്പം തന്നെ സ്പോട്ടിൽ അടിയലുണ്ട്. ഇപ്പം അടിഞ്ഞിട്ടില്ല. രാവിലെയൊക്കെ അല്ലേ, 11 മണി ആക്കണം. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ട്രിപ്പ് വരൽ തുടങ്ങും. കുറച്ച് ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഇതാവാൻ ഇറങ്ങാൻ ആൾക്കാർ ഇറങ്ങുന്നവരുണ്ടാവില്ലായിരിക്കും. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയത് ടോട്ടൽ 869 4 ട്രിപ്പ് ഓടി. ഈ ട്രിപ്പിൽ നമുക്ക് 196 രൂപ കിട്ടി. പെട്ടെന്ന് എത്തി, ബ്ലോക്കില്ലാണ്ട് പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളൊരു ചെറിയ ഫാനുണ്ട്. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബജാജിൻ്റെ ഫാൻ വാങ്ങിയതാണ്. ഇനി കുറച്ച് നമുക്ക് കാറ്റൊക്കെ കൊണ്ടാണ്ട് ഫോണിൽ കളിച്ചിരിക്കാം. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് കിട്ടട്ടെ, അപ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ ഏതായാലും നമുക്കിന്ന് ഭാഗ്യമുണ്ട്. നമ്മൾ നിന്ന അതേ റോട്ടിൽ നിന്ന്, മെയിൻ റോഡാണ് ആ ബ്ലാക്ക് കാണുന്നത്, ഗ്രേ. നമ്മൾ നിൽക്കുന്ന റോട്ടിൽ നിന്ന് ഒരു 50 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു പിക്കപ്പ് കിട്ടിയിട്ടുണ്ട് തോപ്പുംപടിക്ക് 300 രൂപയുടെ. ഈ ഹോട്ടലിൽ നിന്നാണ് നമുക്ക് പിക്കപ്പ് കിട്ടിയിട്ടുള്ളത്. ഗ്രാൻഡ് കസ ഇന്നോ. ആളൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. ആള് വരുന്നുണ്ട് തോന്നുന്നുണ്ട്, ആളെ കുട്ടിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ തോപ്പുംപടി എത്തിയിട്ടുണ്ട്. പിന്നെ 300 രൂപ കിട്ടി. 1100 രൂപയായി ടോട്ടല്. ഈ ഒരു നേരം ആകുമ്പോൾ 1100 1000 റുപ്യ ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാവും. നമ്മൾ പിന്നെ 5 മണിക്ക് നിർത്തും. ബ്ലോക്ക് ആവുന്ന സമയമാകുമ്പോൾ നിർത്താറുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 2500 ആവും. 3000 ആവാൻ ചാൻസ് കുറവാണ്. 2500 എങ്ങനെ ആക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. എല്ലാവരും നല്ല കൂർക്കം വലിയായിരുന്നു. ഒരു ലേഡിയും ഹസ്ബൻഡും ചെറിയൊരു കുട്ടിയും. അവരെ പിക്ക് ചെയ്ത് നമ്മൾ റൂംസ് എന്നാ ഒരു ഹോട്ടലിന്. അവിടെ നിന്നൊന്നും ഉറങ്ങിയിട്ടില്ല എന്നാവും. വീട്ടിൽ കാറ് കയറിയിട്ട് എല്ലാവരും ഒരു ഉറക്കാം. നല്ല കൂർക്കം വലി. എന്തായാലും അത് ഡ്രോപ്പ് ചെയ്തു. ഇനി എവിടെയെങ്കിലും നല്ലൊരു തണലുള്ള സ്ഥലം നോക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യട്ടെ. നമുക്കൊരു ഇന്റർസിറ്റി ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇപ്പം പറഞ്ഞത് അഡീഷണൽ ആയിട്ട് ഒരു ചാർജും വാങ്ങരുത് എന്നാണ്. പുതിയ അപ്ഡേഷനിൽ വന്നതാണ് ഊബറിൽ. നമുക്കൊരു ഇന്റർസിറ്റി ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 400 എത്ര ഉണ്ടായിരുന്നു. എന്തോ അരൂര് സൈഡ് എടുക്കാൻ തോന്നുന്നില്ല. എന്തോ പഞ്ചായത്തിൽ നിന്നൊക്കെ കണ്ട്. പഞ്ചായത്തും പടി പറഞ്ഞിട്ട് നമ്മളെ കങ്ങരപ്പടി കുഴിവേലിപ്പടി ആ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇത് അരൂര് എന്നൊക്കെ കണ്ടിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ കുമ്പളം സൈഡായിരിക്കും അരൂര്. 400 സംതിങ് ഉണ്ട്. 1 കിലോമീറ്റർ ഉള്ളു പിക്കപ്പ് ഉള്ളത്. സോനയാണ് സോന അവിടെ ഹെഡൊക്കെ കാണുന്നുണ്ട്, പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പും പാടെ കഴിഞ്ഞാൽ 1500 രൂപയാവും. അപ്പോൾ സോനയെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളുമായി
വരാം. ഓക്കെ. ആ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു 2 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പ് നമുക്ക് വേറെ ട്രിപ്പ് അടിച്ചു തേവരക്ക്. 250 എന്തോ ക്യാഷ് ഉണ്ട്. അപ്പോൾ ഇതൊരു വയസ്സായ സ്ത്രീയാണ് കയറിയിട്ടുള്ളത്. ഇൻ്റർസിറ്റി ട്രിപ്പാണ്. ഇൻ്റർസിറ്റി ട്രിപ്പ് ആകുമ്പോൾ നമുക്ക് ട്രിപ്പ് എൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വേറെ പിൻ നമ്പറും കൂടി അടിക്കണം, അവരെ ഡ്രോപ്പ് ചെയ്തു എന്നുള്ളത് ഇതിന്. അപ്പോൾ അതിനൊന്ന് മരുമോളൊന്ന് വിളിക്കണം, അങ്ങനെ ഇങ്ങനെ കുറേ പേയ്മെൻറ്റ് ചെയ്ത് കുറേ സമയം പോയി. ഞാനാകെ കരുതി ആ ട്രിപ്പ് ക്യാൻസലാവുമെന്ന് കരുതി. മറ്റേ ട്രിപ്പ് ഇതെത്തുന്നതിന് മുമ്പ് വേറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടല്ലോ, അതുവരെ ക്യാൻസലായിട്ടില്ല. എന്നിട്ട് ഇവരെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് 3 കിലോമീറ്റർ 10 മിനിറ്റ് പാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2.4 കിലോമീറ്ററും കൂടി ഉണ്ട്. ഇയാൾ ക്യാൻസൽ ചെയ്യില്ലെന്ന് തോന്നുന്നു, ഇത്ര സമയം വെയിറ്റ് ചെയ്തില്ലേ. ഇവിടെ ഈ ഭാഗത്തൊന്നും ചിലപ്പോൾ വണ്ടി കിട്ടാനുണ്ടാവില്ലായിരിക്കും, അതായത് ഇത്ര ഡിലേ ആയിട്ടും ആൾ ക്യാൻസൽ ചെയ്യാണ്ട് നിൽക്കുന്നുണ്ടാവുക. എന്തായാലും അയാളെയും പാടെ പിക്ക് ചെയ്താൽ ആ ട്രിപ്പും പാടെ കിട്ടിയാൽ നമുക്ക് ലാഭമായി. ഇവിടെ വല്ലാണ്ട് പോസ്റ്റ് അടിച്ച് നിൽക്കണ്ടല്ലോ, ഇവിടെയൊക്കെ ട്രിപ്പ് കുറവായിരിക്കും. എന്തായാലും തേവര ഭാഗത്തേക്ക് എത്തിയാൽ പിന്നെ ട്രിപ്പ് അടിച്ചോളും. അപ്പോൾ ഇനി ആളെ പിക്ക് ചെയ്തിട്ട് ബാക്കി കാണാം. ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. ഈ അരൂര് ആലപ്പുഴ റോഡ് പാലം പണി അങ്ങോട്ട് കിലോമീറ്ററോളം പണികളാണ്. കുറേ ആയി പണി തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പണിക്ക് കംപ്ലീറ്റ് ആയാലും നല്ല റോഡായിരിക്കും. അപ്പോൾ ഓക്കെ, ഈ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് കാണാം. ഇൻ്റർസിറ്റി ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പൈസ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൊടുന്ന് ഡ്രോപ്പ് ചെയ്ത ട്രിപ്പ് ടോട്ടല് 420 അതിൽ 300 സംതിങ് എത്ര നമുക്ക് കിട്ടും. ആകെ 10-12 കിലോമീറ്റർ ഉള്ളൂ നമ്മൾ പോന്നിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ലാഭമായി. സാധാരണ ഇൻ്റർസിറ്റി അല്ലാന്നുണ്ടെങ്കിൽ 10 കിലോമീറ്ററിന് 200 രൂപ 190 ആ റേഞ്ചേ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഇൻ്റർസിറ്റി ട്രിപ്പ് ആയതുകൊണ്ട് അത്യാവശ്യം റേറ്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അത് ലാഭമായി നമുക്ക്. അപ്പോൾ അവിടുന്ന് തിരിച്ചും കിട്ടുകൊണ്ട് നല്ല ലാഭമായി. അപ്പോൾ ഒരു 1,800 രൂപ ഇപ്പം തന്നെ ആവും ഇതും പാടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. പെട്ടെന്ന് 2,500 ആവുമെന്ന് കരുതാം. അങ്ങനെ കരുതാനും പറ്റില്ല, ചിലപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ ഫുള്ള് പോസ്റ്റ് ആയിരിക്കും. നമ്മൾ കിട്ടണ പോലെയാണ് കിട്ടട്ടെ. എന്തായാലും നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ഓഫ് ചെയ്യും. നമ്മളിന്നൊരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സിനിമക്ക് പോകണം പരിപാടികളൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 5 മണി സമയമാകുമ്പോൾ നിർത്താറുണ്ട്, ബ്ലോക്ക് ആവുന്ന ആ സമയം. അപ്പോൾ ഏതായാലും ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ പനമ്പള്ളി നഗർ എത്തിയിട്ടുണ്ട്. അതിൽ വരുന്നില്ല ട്രിപ്പ് കുറച്ച് ഹിന്ദിക്കാരായിരുന്നു. അപ്പം നമ്മൾ ടോട്ടൽ ഇവിടെ 1,977 രൂപയ്ക്ക് ഓടി 8 ട്രിപ്പ്. ലാസ്റ്റ് ഇപ്പോൾ ഒരു ചെറിയ ലോക്കൽ ഓടി 136-ൻ്റെ 3 കിലോമീറ്റർ. പക്ഷെ അതിന് 25 മിനിറ്റ് എടുത്തു. റെയിൽവേ ഗേറ്റ് അടിച്ചു. അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഹിൽ പാലസ്, നമ്മളെ തൃപ്പൂണിത്തറ ഭാഗത്താണ്. എന്താ പേര്, ഫോഷനിയോ, ഓരോരോ വെറൈറ്റി പേരുകളാണ്. ഇവിടെ ഉണ്ട് ആള്. അപ്പോൾ ആളെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് പരിപാടി. അപ്പോൾ നമ്മളെ ടാർഗറ്റ് ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. 1,900 ആയില്ലേ, ഇതിപ്പോൾ 200 രൂപയുടെ ട്രിപ്പും. അപ്പോൾ 2,000 സംതിങ് ആവും. പിന്നെ ഒരു 300-400 റുപ്യയും കൂടി ഓടിയാൽ നമ്മളെ ടാർഗറ്റ് വെക്കും. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എത്തി, ഡെസ്റ്റിനേഷനിലെത്തി. ഇത് ഹിൽ പാലസിൻ്റെ മതിലാണ്. ഹിൽ പാലസിൽ അവിടെ ഡ്രോപ്പ് ചെയ്ത ഒരു മദാമായിരുന്നു, അതാണ് ആ പേര് നമുക്ക് കിട്ടാത്തത്. ഒരു വ്യത്യസ്തമായ പേരായിരുന്നു. അതിന് നമുക്ക് 212 കിട്ടി. നമ്മൾ ഓടിയത് 9.84 കിലോമീറ്റർ 26 മിനിറ്റ്. 239 ക്യാഷ് കളക്ട് ചെയ്തു. 212 നമ്മളെ ഏണിങ്സ്. ടോട്ടൽ ഓടിയത് 2,190. സമയം 2:52, 3 മണിയാവുകയാണ്. 9 ട്രിപ്പ് എടുത്തു, 2,190 രൂപ. ഇനി ഒരു 2-3 ട്രിപ്പും കൂടി ഓടിയാൽ നമുക്ക് 2,500 കിടക്കാം. അപ്പോൾ നല്ല വിശപ്പുണ്ട്, ഫുഡ് കഴിക്കണം. നമ്മളെ റേറ്റിംഗ് 4.98. അതിലിപ്പോൾ 3 സ്റ്റാർ ആരോ ഒന്ന് ഇട്ടു. 1 സ്റ്റാർ 3 ഉണ്ടായിരുന്നു, അതൊന്ന് പറഞ്ഞ് 3 സ്റ്റാർക്ക് 1 ആയി. അതിപ്പെട്ട മദാമേ തോന്നുന്നുണ്ട്. അവളിങ്ങനെ സ്റ്റാർ ആയിട്ട് കൊടുക്കുമ്പോൾ ഞാൻ 240 എന്ന് പറഞ്ഞപ്പോൾ അർജൻറ്റായിട്ട് വേട്ടതാ. അപ്പോൾ ഇങ്ങനെ മാറി. അക്സെപ്റ്റ് റേറ്റ് നമ്മളത് വളരെ കുറഞ്ഞിട്ടുണ്ട്, 92 ആയിട്ടുണ്ട്. കുഴപ്പമില്ല. അത് എങ്ങനെയാണ് ട്രിപ്പ് 8 ട്രിപ്പ് ഞാൻ എടുക്കാത്ത ട്രിപ്പാണെന്ന് കാണിക്കുന്നതിൽ. പക്ഷേങ്കിൽ നമ്മൾ എല്ലാ ട്രിപ്പും എടുക്കലുണ്ട്.
എടുത്തിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യലേ ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോൾ എടുക്കാത്ത ട്രിപ്പുകൾ ഇതെങ്ങനെ വന്നത് എനിക്കറിയില്ല. കുഴപ്പമില്ല, എന്നാൽ അത്യാവശ്യം നമുക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ശനി ഞായർ തിങ്കൾ ഓടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു പിടുത്തുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. കുഴപ്പമില്ലാത്ത ട്രിപ്പ് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ചൊവ്വാഴ്ച പിന്നെ പൊതുവെ ട്രിപ്പ് കുറവേലും ഉണ്ട്, അതും നമുക്ക് വല്ലാണ്ട് ബാധിച്ചില്ല. കുഴപ്പമില്ല, ഇന്ന് അടിപൊളിയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം. ഇവിടെ ബാക്കിലൊക്കെ വേറെ 2-3-4 ടാക്സികളുണ്ട്. അപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാലും നമുക്കിന്ന് ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേന് നോക്കി നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി വണ്ടിയിലെത്തിയപ്പോൾ നമ്മളെ യാത്രി ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. യാത്രി ഒഴിവായിട്ട് സവാരി എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. അത് പണ്ടേ ഉള്ളതായിരുന്നു, എന്തോ ഒരു പ്രശ്നം കൊണ്ട് പോയതായിരുന്നു. ഇപ്പോൾ യാത്രി സവാരി ഒന്നായി. അപ്പോൾ ഞാൻ ആ യാത്രി അൺഇൻസ്റ്റാൾ ചെയ്തിട്ടേ സവാരി ഇൻസ്റ്റാൾ ചെയ്ത് അത് ഗോ അടിച്ച് ഓൺലൈനിൽ കയറിയപ്പോൾ നമുക്കൊരു ഊബറിൽ ട്രിപ്പ് അടിച്ചു തൈക്കുടത്തേക്ക്. 170 രൂപയുടെ ട്രിപ്പാണ്. അവിടെ വേറെ ടാക്സികളുണ്ടായി. ഭാഗ്യം നമ്മൾ വേറെ എവിടെയും പോവാൻ നിന്നില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്താണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഭാഗ്യത്തിന് ട്രിപ്പ് അടിച്ച്. ഏതായാലും അയ്യപ്പനാണ് അടിച്ചിട്ടുള്ളത്. അയ്യപ്പനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. 700 മീറ്റർ കൂടി ഉണ്ട്. അയ്യപ്പൻ നമ്മളെ കാത്തു. ഇത് ഇവിടെ ഒരു ഫ്ലാറ്റിൽ നിന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. പക്ഷെ ആളവിടെ കാണാനില്ല. ഒന്ന് വിളിച്ചു നോക്കാം നമുക്ക്. ഹലോ, ആ അവിടെ താഴത്തുണ്ട്. ആ ഓക്കെ ഓക്കെ. ആളിപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എത്തും. ഓക്കെ. അപ്പൊ നമ്മള് ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അയ്യപ്പനെയും എല്ലാവരെയും കൊണ്ടാക്കി. അയ്യപ്പൻ വണ്ടി സർവീസിന് കൊടുത്തേക്ക് അത്രേ. അപ്പോൾ അത് വാങ്ങാൻ വന്നിക്കാണ്. അപ്പോൾ നമ്മൾ പരിപാടി നിർത്തുകയാണ്. ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട് കാക്കനാട്ടേക്ക്. ഇനി ലാസ്റ്റ് ട്രിപ്പ്, ഇനി കാക്കനാട് ഭാഗത്തേക്ക് നമ്മൾ ട്രിപ്പ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ട സ്ഥലം ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഏരിയക്ക് നമുക്ക് ട്രിപ്പ് അടിക്കും. അതേപോലെ യാത്ര ഓൺ ആക്കിയിട്ടുണ്ട്, അതും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. റാപ്പിഡ് ഓൺ ആക്കിയിട്ടുണ്ട്, അതും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 3 ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒന്ന് കിട്ടിയിട്ട് കാക്കനാട് എത്തണമല്ലോ. നമ്മൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് 6 മണിൻ്റെ ഷോ ആണ്. അപ്പോൾ ഓട്ടം നിർത്തി. ഇനി ലാസ്റ്റ് ട്രിപ്പ് ഒരു 5 മണി വരെ കാക്കും. ട്രിപ്പ് അടിച്ചില്ലാന്നുണ്ടെങ്കിൽ വല്ല ഇങ്ങനെ കാക്കനാട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ. ഇതുണ്ടോ 3 ആപ്ലിക്കേഷൻ. ഊബർ, ഇതാണ് യാത്രി, സവാരി, കേരള സവാരി, ഇത് റാപ്പിഡോ. ഇത് ഓണാക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. അതോ 3 ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഊബറിൽ നമ്മൾ 2360 ഓടി 10 ട്രിപ്പ്. ഇനി ലാസ്റ്റ് ട്രിപ്പും പാടെ കിട്ടുമെന്ന് നോക്കാം. ഫാനും കാറ്റും കൊണ്ടിരിക്കുകയാണ്. വൈറ്റില തൈക്കുടം ഡെക്കാത്തലോണാണ് കാണുന്നത്, ബ്ലൂ കളർ. അപ്പോൾ ട്രിപ്പ് കിട്ടുമെന്ന് നോക്കട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി പരിപാടി. അപ്പോൾ നമ്മൾ ട്രിപ്പ് നിർത്തി. ഊബർ ഓഫ് ചെയ്ത് 2360. പിന്നെ ട്രിപ്പ് കിട്ടിയില്ല. പിന്നെ അപ്പോൾ നമുക്ക് ലാസ്റ്റ് ട്രിപ്പ് അടിച്ചത് 3:34-നാണ്. 3:34 ശരിക്കും നമ്മൾ ഓഫ് ചെയ്ത്. പിന്നെ അരമണിക്കൂർ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ടാണ്ട് ഇരുന്ന് പിന്നെ ട്രിപ്പൊന്നും അടിച്ചില്ല. അപ്പോൾ ഓഫ് ചെയ്തിട്ട് പോകുന്നത്. സാധാരണ 5 മണി ആ സമയത്തിലാകുമ്പോൾ ഓഫ് ചെയ്യാറുണ്ട്. എന്നാലും ഓഫ് ചെയ്യാനായിട്ടില്ല. ശരിക്കും ഓടുകയാണെന്നുണ്ടെങ്കിൽ 7 മണി 8 മണി വരെ ഓടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 3500-3000 റുപ്യക്ക് ഓടാൻ പറ്റും. ഇപ്പോൾ 2360 ആയില്ലേ. എന്തായാലും ഒരു 3-4 മണിക്കൂർ കൊണ്ട് എന്തായാലും ഒരു 1000-1500 റുപ്യയും കൂടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ ക്ലോസ് ചെയ്ത് ഇവിടെ എത്താൻ നേരത്ത് നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു 256. അത് ഞാനെടുത്തില്ല. പിന്നെ ഇനി നമുക്ക് 6 മണിക്ക് ഷോ ഉണ്ട്. അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇനി നാളെ പാക്കലാം.